ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് റാഡിഷ് അല്ലെങ്കിൽ മൂലിയും കൊണ്ടുള്ളൊരു ഡിഷാണ്. ഇതിനായിട്ട് 1 കിലോ റാഡിഷ് വാങ്ങിച്ചിട്ടുണ്ട്. നമുക്കിതിൻ്റെ ഇലയും ചെറുതായിട്ട് അരിഞ്ഞ് ഇതിൻ്റെ കൂട്ടത്തിൽ ചേർത്താൽ നല്ല ടേസ്റ്റാണ്. എൻ്റെ മോൾക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു ഡിഷാണിത്. ഉണ്ടാക്കാൻ തുടങ്ങാൻ അതിനായിട്ട് 2 വറ്റൽമുളക്, ഒരല്പം അജ്വൈൻ അല്ലെങ്കിൽ അയമോദകം, ഒരല്പം ഉലുവ, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം. പാൻ അടുപ്പത്ത് വെച്ച് എണ്ണ ചൂടാകുമ്പം ഈ സ്പൈസസ് ഒക്കെ അതിലോട്ടിട്ടിട്ട് ഇളക്കിയതിന് ശേഷം മുറിച്ച് വെച്ച വറ്റൽമുളകും ഒരല്പം കായപ്പൊടിയും കൂടെ ചേർക്കാം. ഇളക്കിയതിന് ശേഷം 1 സവാള അരിഞ്ഞത് ചേർക്കാം. കൂട്ടത്തിൽ ഒരു 2-3 വെളുത്തുള്ളി, ഒരല്പം ഇഞ്ചി അരിഞ്ഞത്, ഒരു 2 പച്ചമുളക് അരിഞ്ഞതും കൂടെ ചേർക്കാം. എല്ലാം കൂടെ ഇളക്കിയതിന് ശേഷം 1 തക്കാളി അരിഞ്ഞതുകൂടെ ചേർത്തിട്ട് വീണ്ടും ഇളക്കാം. ഒരല്പനേരം ഇളക്കിയതിന് ശേഷം നമുക്ക് അരിഞ്ഞു വെച്ച റാഡിഷ് ചേർക്കാം. റാഡിഷ് ഇവിടെ ഞാൻ ചെത്തി കഴുകി ചെറുതായാണ് അരിഞ്ഞത്. ഈ പരുവത്തിലാണ് അരിയേണ്ടത്. ഈ അരിഞ്ഞു വെച്ച റാഡിഷ് എല്ലാം കൂടെ ഈ മിക്സറിലോട്ട് ചേർത്തിട്ട് നമുക്ക് വീണ്ടും ഇളക്കാം. ഒരല്പനേരം ഇളക്കിയതിന് ശേഷം നമുക്ക് മസാലപ്പൊടികളൊക്കെ ചേർക്കാം. അധികം മസാലയുടെ ആവശ്യമില്ല. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 3/4 ടീസ്പൂണ് മുളക് പൊടി, പിന്നെ ഇതിലോട്ട് 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒരല്പം നേരം ഇളക്കി അടച്ച് വെള്ളം ചേർക്കാതെ ചെറിയ തീയിൽ വേവിക്കാം. ഇവിടെ ഇലയെല്ലാം ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. നീളത്തിലുള്ള തണ്ട് മുറിച്ച് കളഞ്ഞിട്ട് ഇലകളെല്ലാം ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇപ്പോൾ റാഡിഷ് എല്ലാം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് അരിഞ്ഞു വെച്ച ഇല ചേർക്കാം. എന്നിട്ട് അടച്ചു വെച്ച് അല്പനേരം വേവിക്കാം. മൂടി തുറന്ന് ഒന്ന് ഇളക്കാം. എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് ഒരല്പനേരം കൂടെ ഇളക്കാം. ഇളക്കിയതിന് ശേഷം വീണ്ടും അടച്ചു വെച്ച് ഒരല്പനേരം കൂടെ വേവിക്കണം. ഇപ്പോൾ അതെല്ലാം വെന്തു, ഡിഷ് റെഡിയാണ്. നമുക്കത് സെർവ് ചെയ്യാം. ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ നല്ലൊരു ഡിഷാണ്. ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ദാൽ കറിയും അല്പം തൈരും എടുത്തിട്ടുണ്ട്. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ ബൈ.